നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ കൊമ്പു കോർക്കുന്നതും കണ്ടു. പ്രതിപക്ഷ നേതാവിന് നിലവാരമില്ലെന്നും കാപട്യക്കാരനാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും തിരിച്ചടിച്ചു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള കടുത്ത വാക്പോരിനാണ് സഭ സാക്ഷ്യം വഹിച്ചത്. ഇരുവരും കടുത്ത പദപ്രയോഗങ്ങളിലേക്ക് കടന്നതോടെ സഭ ബഹളത്തിൽ മുങ്ങി. പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ വിമർശനമാണ് വാക്പോരിന് വഴിയൊരുക്കിയത്. സഭയിൽ തിരിച്ചെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ നിലവാരമില്ലാത്തവനായി എന്നാണ്. സാർ, അങ്ങ് എന്നെക്കുറിച്ച് നല്ല ഒരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോയത്. സർ, ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങേ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും അതുകൊണ്ട് എന്റെ നിലവാരം ഇളക്കാൻ അങ്ങ് വരണ്ട. പ്രകോപിതനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷഭാഷയിലാണ് പ്രതികരിച്ചത്. VD സതീശൻ കാപട്യത്തിന്റെ മൂർത്തിഭാവമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കാപട്യം ഈ സമൂഹം കാണുന്നില്ല എന്നാണോ കരുതുന്നത്? അത്തരമൊരു ധാരണയിൽ തുടങ്ങുകയും വേണ്ട. സതീശനല്ല പിണറായി വിജയൻ, അത് മനസ്സിലായിക്കൊള്ളണം. സതീശൻ എന്ന് പറയുന്നത് കാപട്യത്തിന്റെ മൂർത്തീകരണമാണ്. ആ കാപട്യത്തിന്റെ മൂർത്തീകരണമല്ല ഞാൻ ഈ നാടിന്റെ മുന്നിൽ എപ്പോഴും നിന്നിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആ രീതിയിൽ തന്നെ പോവുകയും ചെയ്യും. അത് മനസ്സിലാക്കിയാൽ മതി. മുഖ്യമന്ത്രി സ്വയം കണ്ണാടി നോക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. മുഖ്യമന്ത്രി ആവർത്തിച്ചാണ് ഈ നിലവാരമില്ലായ്മ. അത് സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ മതി. ചെകുത്താൻ വേദം ഓതുന്നത് പോലെ വന്നാണ് ഒരു അഴിമതി വിരുദ്ധ പ്രഭാഷണം നടത്തിയത്. മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെയും മുഴുവൻ ആളുകളെയും ഏത് സമയത്ത് അവഹേളിക്കുക തെറ്റില്ല. കാരണം അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുക. സഭയുടെ ചരിത്രത്തിൽ ഇന്നോളമില്ലാത്ത തർക്കങ്ങൾ, വാക്പോര്, നടുത്തളത്തിൽ പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം പരിധി വിട്ടതോടെ വാച്ച് ആൻഡ് വാർഡർമാരുടെ ഇടപെടൽ, ഭരണകക്ഷി അംഗങ്ങളും നടുത്തളത്തിലേക്ക് നീങ്ങിയതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.